യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകരാജ്യങ്ങളിൽ മനുഷ്യർ ഒന്നിച്ചു കൂടുമ്പോൾ തിന്നുകയും കുടിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോഴും ചിലരൊക്കെ പട്ടിണിയായിരിക്കും. അവിടെ കൂടുതൽ കിട്ടുന്നവനും കുറവ് കിട്ടുന്നവനൊക്കെ ഉണ്ട്. അനീതി ഉണ്ടാകുന്നുണ്ട്. പിന്നെ പരസ്പരം സഹിഷ്ണുതയോടെ മനസ്സിലാക്കി പെരുമാറാൻ തയ്യാറാകാതെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പ്രതികരിക്കുന്ന വഴക്കും ബഹളവും ഉണ്ടാക്കി സമാധാനം കളയുന്ന സാഹചര്യങ്ങൾ ലോകരാജ്യങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന് അസ്വസ്ഥതയാണ്, ഒരിക്കലും ഒരു സന്തോഷമില്ല. ദൈവരാജ്യത്തിൽ എന്നാൽ നീതിയുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഓരോരുത്തർക്കും അർഹമായത് കൊടുക്കുന്നതാണല്ലോ നീതി. ദൈവത്തിന് അർഹമായ സ്തുതിയും ബഹുമാനവും കൊടുക്കുന്നു. മനുഷ്യർ പരസ്പരം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. എല്ലാവരും വീതിച്ചെടുക്കാനും എല്ലാവർക്കും കൊടുക്കുവാനും തയ്യാറാകുന്ന നീതിബോധം ദൈവരാജ്യത്തിലുണ്ട്. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഉണ്ടാകുമ്പോൾ പരസ്പരം മനസ്സിലാക്കി സഹിഷ്ണുതയോടെ പെരുമാറി എപ്പോഴും സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് ദൈവരാജ്യത്തിലുണ്ടാവുക. അതുപോലെ തന്നെ ഒത്തിരി ആനന്ദവും സന്തോഷവും ദൈവരാജ്യത്തിൽ മനുഷ്യർ അനുഭവിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ലക്ഷണം സന്തോഷമാണ്. ദൈവരാജ്യത്തിൻ്റെ ലക്ഷണവും സന്തോഷം തന്നെ. സന്തോഷമില്ലാത്ത ക്രിസ്ത്യാനി യഥാർത്ഥ ക്രിസ്ത്യാനി അല്ലെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു. അങ്ങനെ നീതിയും സമാധാനവും സന്തോഷവും അനുഭവിച്ചറിഞ്ഞ് ഈ ഭൂമിയിൽ തന്നെ ദൈവരാജ്യങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങ് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.